നമസ്കാരം. കഴിഞ്ഞ ദിവസം വലിയ വാർത്ത റിപ്പോർട്ടറും അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് മാതൃഭൂമിയും ഒക്കെ ബ്രേക്ക് ചെയ്തു. വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ ദിലീപിനെതിരെ ജഡ്ജിക്കെതിരെ നിയമോപദേശം കിട്ടിയിരിക്കുന്നു. സർക്കാരിന് വലിയ രീതിയിലുള്ള നിയമോപദേശമാണ് കിട്ടിയിരിക്കുന്നത്. ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല, അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇതിന് അപ്പീൽ പോകണം. അപ്പീൽ പോകുമ്പോൾ വളരെ വലിയ രീതിയിലുള്ള ഗുണം ഈ ഹൈക്കോടതിയിൽ നിന്നൊക്കെ ഉണ്ടാകും. മാത്രവുമല്ല, ജഡ്ജ് വിധി എഴുതി വെച്ചിരിക്കുന്നത് ദിലീപിനെ വെറുതെ വിടാൻ വേണ്ടി മാത്രമാണ് എന്ന നിയമോപദേശം സർക്കാരിന് കൊടുത്തിരിക്കുന്നു. ഇത് മാധ്യമങ്ങളെല്ലാം പറയാണ്, വലിയൊരു നിയമോപദേശം കിട്ടിയിരിക്കുന്നു, നിയമോപദേശം വന്നിരിക്കുന്നു, സർക്കാരിന് നിയമോപദേശം കിട്ടിയിരിക്കുന്നു. സർക്കാർ പിന്നെ ഉടനെ തന്നെ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ്, ഹൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ സർക്കാർ നീക്കിക്കൊണ്ടിരിക്കുകയാണ്, ബെഞ്ച് ഏതാണെന്ന് തീരുമാനിക്കാനുള്ള കാര്യത്തിലേക്ക് മാത്രമാണ് ഇനി പോകാനുള്ളത്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യത്തിൽ നിൽക്കുന്നത് എന്ന് തുടങ്ങിയ വാർത്തകളൊക്കെ ഇങ്ങനെ വലിയ ആകാംക്ഷയോടുകൂടി പറയുകയാണ്. അപ്പം ഇവിടുത്തെ ആളുകളെല്ലാം പറഞ്ഞു, ദിലീപിന് ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, ദിലീപ് അത് ചെയ്തു, ജഡ്ജി അത് ചെയ്തു, ജഡ്ജി ഇത് ചെയ്തു, ഇതാ കിട്ടിയല്ലോ, കണ്ടില്ലേ എന്ന് ചോദിച്ചു. സത്യത്തിൽ ഇവിടത്തെ ആളുകൾക്കൊക്കെ എത്രത്തോളം വിവരമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ മാധ്യമങ്ങളെ എങ്ങനെയാണ് കണ്ണടച്ച് വിശ്വസിക്കുന്നത് എന്നതിന്റെ നേർ ചിത്രമായിരുന്നു ഇത്. പക്ഷെ ഒരു ആശ്വാസം എന്ന് പറയുന്നത്, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ അതിന്റെ കമന്റ് ബോക്സ് നോക്കിയപ്പോൾ വിവരമുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ആളുകൾക്കിടയിലുണ്ട്, മാധ്യമങ്ങളുടെ കള്ളക്കളികൾ മനസ്സിലാക്കുന്ന ആളുകളുണ്ട് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? സത്യത്തിൽ സംഭവിക്കുന്നത്, ഒരു കേസ് വിധി പറയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ഇരയുടെ അല്ലെങ്കിൽ ഈ അതിജീവിതയോ അല്ലെങ്കിൽ പുറത്തു നിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ പ്രോസിക്യൂഷന്റെയോ ആവശ്യപ്രകാരം സർക്കാർ അതിന് അപ്പീൽ പോകാതിരിക്കാം. എന്തായാലും ഭൂരിഭാഗം ഒരു വലിയ സെൻസേഷനായ കേസൊക്കെ ആകുമ്പോൾ സർക്കാർ നിർബന്ധമായിട്ടും അപ്പീൽ പോകും, അല്ലെങ്കിൽ പ്രതിഭാഗം അപ്പീൽ പോകും. ഈ കേസിൽ പ്രതിഭാഗവും അപ്പീലിന് പോയിട്ടുണ്ട്. ഈ ശിക്ഷ വളരെ വലിയ കൂടിയ ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞ്, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 5-6 പ്രതികളൊക്കെ നിലവിൽ ഇതിന് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ അപ്പീലിന് പോകുന്ന സമയത്ത് ചില നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമത്തിൽ ആദ്യം സർക്കാരിന് വിശദമായ ഒരു നോട്ട് പ്രോസിക്യൂഷൻ കൈമാറണം. ആ പ്രോസിക്യൂഷന്റെ നോട്ടിൽ ഈ പറയുന്ന നിയമോപദേശം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ നോട്ട് സർക്കാരിന് കൈമാറുക. അത് സർക്കാർ പരിശോധിച്ചതിന് ശേഷം എന്താണ്, ഇതൊക്കെ സാങ്കേതികത്വമാണ്. ആ സാങ്കേതികത്വ നടപടിയിൽ സർക്കാരിന്റെ ഒപ്പോടുകൂടി സർക്കാർ എന്ത് ചെയ്യും, ഹൈക്കോടതിയിൽ ഈ കേസിന്റെ മുകളിൽ അപ്പീൽ പോകും. ഇതാണ് യാഥാർത്ഥ്യം. എല്ലാ കേസുകളിലും, ഇപ്പം ഫ്രാങ്കോ മുളക്കൽ കേസ് ഉൾപ്പെടെയുള്ള പല കേസുകളിലും അപ്പീൽ പോകുന്ന സമയത്ത് പ്രോസിക്യൂഷൻ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്നും അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ജഡ്ജി പരിഗണിക്കാത്തതാണെന്നും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടന്നത് എന്നൊക്കെയുള്ള ഒരു അഫിഡവിറ്റും അവരുടെ നോട്ടും ഒക്കെ വെച്ചുകൊണ്ടാണ് സർക്കാരിന് ഇത് കൊടുക്കുക. സർക്കാർ ചോദിക്കുമല്ലോ, എന്തുകൊണ്ടാണ് സംഭവിച്ചത്, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടായത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ ന്യായീകരിച്ചു കൊണ്ടൊരു നോട്ട് കൊടുക്കും. ഇതാണ് ഇവിടെയും സംഭവിച്ചത്. ഈ ദിലീപിനെതിരെ ജഡ്ജിക്കെതിരെ ജഡ്ജ് വിധി പറയരുത്, അല്ലെങ്കിൽ വിധി പറയാൻ അവകാശമില്ല എന്നൊക്കെ പറഞ്ഞ് പ്രോസിക്യൂഷൻ ഒരു നിയമോപദേശം സർക്കാരിന് കൊടുക്കുകയാണ്. ഞാൻ പറയട്ടെ, ഗുരുതരമായ പിഴവ് ഈ കാര്യത്തിൽ പ്രോസിക്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. ഒന്ന്, ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല എന്ന് പറയാൻ പ്രോസിക്യൂഷൻ എന്താണ് അവകാശം? പ്രോസിക്യൂഷൻ ഒരു ജുഡീഷ്യൽ ഓഫീസർക്കെതിരെയാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു വിവരവുമില്ലാത്ത ഏതോ പ്രോസിക്യൂട്ടറാണ് ഈ സാധനം എഴുതി കൊടുത്തു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്താണെന്ന് വെച്ചാൽ, ഈ ജഡ്ജിക്കെതിരായിക്കൊണ്ട് ആദ്യം ഈ ഒരു വനിതാ ജഡ്ജിയെ വേണമെന്ന് പറയുന്നത് ഇവർ, ജഡ്ജിയെ വെക്കുന്നത് ഇവർ, അതിനുശേഷം വാദങ്ങൾ നടക്കുന്നു. ഏറ്റവും നല്ലൊരു ജഡ്ജി വേണമെന്ന് ആവശ്യപ്പെട്ടതിന് പുറത്താണ് ജസ്റ്റിസ് ഹണിയം വർഗീസിനെ ഈ കേസിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ജസ്റ്റിസ് ഹണിയം വർഗീസ് ഈ കേസിലേക്ക് വന്നതിന് ശേഷം ഈ കോടതിക്കകത്ത് ഈ വാദിഭാഗത്തിലെ ആളുകളോട് പ്രതിഭാഗം ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ല എന്ന ഒരു വളരെ എവിടെയും കേൾക്കാത്ത ന്യായം, തങ്ങൾക്ക് എന്തും ചോദിക്കാം, ഞങ്ങളോട് തിരിച്ചൊന്നും ചോദിക്കാൻ പാടില്ല, ഞങ്ങൾ അതാണ്, ഞങ്ങൾ ഇതാണ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയൊന്നും ഇല്ല. നമ്മുടെ ഭരണഘടന അനുസരിച്ച് കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുകയും അത് വ്യക്തത വരുത്തുകയും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് കൃത്യമായി പറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കോടതിക്കുള്ളിൽ നടക്കുന്നത്. അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് ഇളവൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കോടതിയിൽ കൃത്രിമ തെളിവുകൾ ഹാജരാക്കിയപ്പോൾ കോടതി ചോദിച്ചു, ഇതെന്താണ് നിങ്ങൾ ഈ കാണിക്കുന്നത്? ഈ തെളിവുകൾ ഓരോന്നായി പൊളിഞ്ഞു വീഴുമ്പോൾ കോടതി ചോദിച്ചു, ഷെയിംലെസ് ആണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നത്, ഇത് നാണം കെട്ട പരിപാടിയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ആദ്യത്തെ പ്രോസിക്യൂട്ടർ ഈ പരിപാടിക്ക് നിന്നാൽ തന്റെ ഇമേജിനെ തന്നെ ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രോസിക്യൂട്ടർ രാജിവെച്ചു പോയി. കാരണം ഒരു ഫേക്ക് കേസിനെ നിന്ന് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത് പറയാനും പറ്റില്ല. അതുകൊണ്ട് അദ്ദേഹം, സുരേഷൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെച്ച് പോയി. അതിനുശേഷമാണ് ഈ കേസ് മറ്റൊരാൾ ഏറ്റെടുക്കുന്നത്, ഇപ്പം ഈ പറയുന്ന അജകുമാർ ഏറ്റെടുക്കുന്നത്. ഈ കേസ് പൊട്ടിപ്പാളീസായി പോലീസ് ഫ്രെയിം ചെയ്ത് വെച്ച കേസിന്റെ മുകളിൽ പ്രോസിക്യൂഷൻ ചെയ്യാവുന്നത് ഒരു പരിമിതിയുണ്ട്. ആ കേസിന്റെ മുകളിൽ വാദിക്കാൻ മാത്രമാണ് പ്രോസിക്യൂഷന് കഴിയുക. അതെല്ലാം കഴിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് പോയപ്പോൾ
ഈ പ്രോസിക്യൂഷൻ കഴിഞ്ഞ 8 വർഷങ്ങളായി ദിലീപിനെതിരെ പോലീസ് കൊണ്ടുകൊടുത്തിട്ടുള്ള കള്ളത്തെളിവുകൾ ഫ്രെയിം ചെയ്ത തെളിവുകളാണ് എന്ന് കോടതിയിൽ പറയുന്നു. അതായത് മറ്റൊരു കേസ് നമ്മൾ ആലോചിക്കണം, ഏതെങ്കിലുമൊക്കെ കേസുകളിൽ തെളിവ് ഫ്രെയിം ചെയ്താണ് എന്ന് ഒരിക്കലും സാധിക്കാറില്ല. ഇത് കള്ളത്തെളിവാണ് എന്ന് പറയാറില്ല. തെളിവുകൾ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് അത് വ്യക്തമായി ആ കുറ്റകൃത്യത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന് തെളിയിക്കാൻ കഴിയാതെ പോവുക എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾക്കെതിരെ കൊടുക്കുന്ന തെളിവുകളെല്ലാം വ്യാജമാണ് എന്ന് പറയുന്ന ഒരു കേസ് വളരെ കുറഞ്ഞ കേസുകൾ മാത്രമേ ഉള്ളൂ. അതിലൊന്നാണ് ദിലീപ് കേസ് എന്ന് പറയുന്നത്. ആ കേസിനകത്ത് ഇത്തരത്തിലൊരു കാര്യം ഇവർ കൊണ്ടുപോയി ചെയ്ത സമയത്ത് ആ കേസിന്റെ മുകളിൽ വാദം നടന്ന് ഈ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെ വെറുതെ വിട്ടു. നാണം കെട്ടുപോയി പ്രോസിക്യൂഷൻ. ആ പ്രോസിക്യൂഷൻ കഴിഞ്ഞ 8 വർഷമായി ദിലീപിനെതിരെ വാദം ഉന്നയിച്ച് തങ്ങൾ ഫ്രെയിം ചെയ്ത ഈ പറയുന്ന തെളിവുകൾ മുഴുവൻ പൊട്ടിപ്പോയപ്പോൾ നാണം കെട്ട പ്രോസിക്യൂഷൻ വീണ്ടും ഈ നിയമോപദേശവുമായി സർക്കാരിന് മുന്നിൽ എത്തിയിരിക്കുന്നു. ഒരു സിമ്പിൾ ചോദ്യമുണ്ട്, ആരാ വാദിച്ചത്? പ്രോസിക്യൂഷൻ. ആർക്കെതിരെയാ വാദിച്ചത്? ദിലീപിനെതിരെ. എന്നിട്ട് എന്താ ഉണ്ടായത്? ദിലീപിനെ വെറുതെ വിട്ടു. ജഡ്ജിക്കെതിരെ ഹൈക്കോടതിയിൽ പോയത് ആരാണ്? പ്രോസിക്യൂഷൻ. ഈ സുപ്രീം കോടതിയിൽ ജഡ്ജിക്കെതിരെ ഹൈക്കോടതി ഈ വിധി തള്ളിയപ്പോ സുപ്രീം കോടതിയിൽ പോയത് ആരാണ്? പ്രോസിക്യൂഷൻ. എന്താ പ്രോസിക്യൂഷൻ സുപ്രീം കോടതിയിൽ പോയി പറഞ്ഞത്? ജഡ്ജി അതാണ്, ജഡ്ജി ഇതാണ്, ജഡ്ജി ഇങ്ങനെ ചെയ്തു, ഈ പറയുന്ന പോലെ ഹാഷ് വാല്യൂ മാറിയ കാര്യത്തിൽ ജഡ്ജിക്ക് ഉത്തരവാദിത്തമുണ്ട്. എന്നിട്ട് സുപ്രീം കോടതി ചോദിച്ച ചോദ്യങ്ങളുണ്ട്. ഇതിൽ ജഡ്ജിക്ക് എന്താണ് ഉത്തരവാദിത്തമുള്ളത്? ജഡ്ജി എന്താണ് നിങ്ങളോട് തെറ്റായി പെരുമാറിയത്? ജഡ്ജി ഏത് തരത്തിലാണ് നിങ്ങളോട് മോശമായി പെരുമാറിയത്? ഇതിൽ വാദിഭാഗത്തിൽ കിട്ടേണ്ട എന്ത് നീതിയാണ് നിങ്ങൾ കിട്ടാത്തത്? കൃത്യമായി എവിഡൻസോടുകൂടി പറയൂ എന്ന് പറഞ്ഞപ്പോൾ ബബ്ബ. സുപ്രീം കോടതിയിലും ബബ്ബ. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞു ഇത് നടക്കാൻ പോകുന്നില്ല, ഈ ജഡ്ജി തന്നെ കേസ് കേട്ടാൽ മതി, നിങ്ങൾ വെറുതെ വ്യാജമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് സുപ്രീം കോടതി വരെ പറഞ്ഞു. പിന്നീട് ഹൈക്കോടതി പറഞ്ഞു പ്രോസിക്യൂട്ടർ ഇരയുടെ മാലാക ചമയരുത്, നിയമത്തിന് മുകളിൽ കയറി കളിക്കരുത്, പണിഷ് ചെയ്യേണ്ടി വരും എന്ന് ഹൈക്കോടതി എന്ത് ചെയ്തു? ഇവരെയൊക്കെ ആട്ടിവിട്ടൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതൊക്കെ മറികടക്കാൻ വേണ്ടി ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ആരാണ്? പ്രോസിക്യൂഷനാണ്. അതേ പ്രോസിക്യൂഷൻ പോയിട്ട് സർക്കാരിനൊരു ഇത് കൊടുത്തിരിക്കുന്നു. എന്ത്? ജഡ്ജ് അങ്ങനെയാണ്, ജഡ്ജ് ഇങ്ങനെയാണ്, ജഡ്ജ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ഇത് എന്ത് നാണം കെട്ട ഏർപ്പാടാണ്. ശരി, പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു നിയമോപദേശം കൊടുത്തു. പ്രോസിക്യൂഷൻ പിന്നെ അതല്ലാണ്ട് വരെ എന്താണ് കൊടുക്കുക? ഞാനിപ്പോ ഒരു കേസിൽ പെട്ടു, ഞാൻ ആ കേസിൽ പരാജയപ്പെട്ടു. കേസിൽ പരാജയപ്പെട്ടാൽ ഞാൻ സ്വാഭാവികമായും ഞാൻ പരാജയപ്പെട്ടത് ഇന്നെന്ന കാരണം കൊണ്ടാണ്, എന്റെ ഭാഗം ന്യായീകരിക്കാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഞാൻ തന്നെ വന്ന് പറയുന്നു, പരാജയപ്പെട്ട ഞാൻ തന്നെ വന്ന് പറയുന്നു ഇത് ഇങ്ങനെ സംഭവമാണ്. എന്നാൽ വാർത്ത കൊടുക്കുന്ന മാധ്യമങ്ങളെങ്കിലും അത് വൃത്തിയായി കൊടുക്കണ്ടേ? കൃത്യമായി ദിലീപിനെതിരെ ഈ ജഡ്ജിക്കെതിരെ, ദിലീപിനെതിരെ അല്ല ജഡ്ജിക്കെതിരെ, അല്ലെങ്കിൽ ഈ കേസിനകത്ത് നിയമോപദേശം കൊടുത്തത് പ്രോസിക്യൂഷനാണ്. പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ കേസ് കൈകാര്യം ചെയ്ത ആളുകളാണ്, അതേ ഉദ്യോഗസ്ഥരാണ്. ഇവർ സർക്കാരിന് കീഴിൽ ജോലി ചെയ്യുന്ന എന്താണ് DGPയുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് പലവിധ പ്രോസിക്യൂട്ടർമാരും. ഇതൊക്കെ കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കണ്ടേ? ഇത് മാധ്യമങ്ങൾ വലിയ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് മറ്റേതോ, അതായത് സുപ്രീം കോടതിയുടെ വിധി അങ്ങ് വന്നു എന്ന നിലയിലാണ് കൊടുക്കുന്നത്. ആളുകളെ കബളിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു വാല്യൂവും ഇല്ലാത്തൊരു നിയമോപദേശം. അതായത് സർക്കാരിന് ഇവർ കൊടുക്കുന്ന നിയമോപദേശം ഒന്നും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒന്നും ഒരു തരിമ്പും പോവില്ല. അതൊക്കെ സർക്കാരിനോട് നിയമോപദേശം കിട്ടുന്നു. അതൊരു ഒരു സാങ്കേതികമായ നിലപാടാണ്, സാങ്കേതികമായ ഒരു കാര്യം മാത്രമാണ്. ഒരു കാര്യം സർക്കാർ ചെയ്യുമ്പോൾ ഒരു പ്രൊസീജിയർ മാത്രമാണത്. അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് മാധ്യമങ്ങൾ വരുമ്പോൾ മാധ്യമങ്ങൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ പറയണം, ഇതേ പ്രോസിക്യൂഷനാണ് കോടതിയിൽ തോറ്റ് തുന്നം പാടി, ഇതേ പ്രോസിക്യൂഷനാണ് ഈ നിയമോപദേശം കൊടുത്തത് എന്ന് പല ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ഈ മാധ്യമങ്ങൾ ഉൾപ്പെടെ വാർത്തകൾ കൊടുത്തത്. അതിൽ പല മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പെട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അതിൽ അവരുടെ കാര്യങ്ങൾ ഉണ്ടാവാം, അവർക്ക് മറ്റു പല ഉദ്ദേശങ്ങൾ ഉണ്ടാവാം, മറ്റു കാര്യങ്ങളുണ്ടാവാം. എന്നാൽ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ കാലങ്ങളായിട്ട് വാദിച്ച് തോറ്റ ആ പ്രോസിക്യൂട്ടർമാർ തന്നെ വന്നിട്ട് ജഡ്ജിയെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇത് കൊടുക്കുന്നു. ഈ കുറ്റമെല്ലാം ആദ്യം തന്നെ അവർ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി പറഞ്ഞ് തള്ളിക്കളഞ്ഞ കാര്യത്തെ വീണ്ടും എടുത്ത് പറയുന്നു. ഇത് ഒരു തരത്തിൽ ജഡ്ജിയെ അപമാനിക്കലാണ്, കണ്ടന്റ് ഓഫ് കോർട്ടാണ്. ഇടയ്ക്ക് ജഡ്ജിക്ക് പരാതി കൊടുക്കാൻ വരെ സാധ്യതയുള്ള കാര്യമാണ്. ഇത് എന്താണ് ഹൈക്കോടതിയിൽ എത്തുമ്പോൾ ജഡ്ജി അവിടുത്തെ രണ്ടംഗ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. ആദ്യം സിംഗിൾ ബെഞ്ചായിരുന്നു, പിന്നീട് രണ്ടംഗ ബെഞ്ചിലേക്ക് മാറ്റുന്നുണ്ട്. ജഡ്ജിനെ ഇതുവരെ രജിസ്റ്റർ തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് ഈ ബെഞ്ച് തീരുമാനിക്കേണ്ടതുണ്ട്. അങ്ങനെ ഏത് ബെഞ്ചിലേക്കാണ് പോകുന്നതെന്ന് ഇന്നലെ വരെ തീരുമാനമായിട്ടില്ല. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയോട് കൂടി തീരുമാനമാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അങ്ങനെ തീരുമാനമായി കഴിഞ്ഞാൽ ഇത് കൃത്യമായി പരിശോധിക്കപ്പെടും. അങ്ങനെ ഉണ്ടാകുന്ന സമയത്തും ഇത് ചെയ്തു വെക്കുന്നത്
ഇരയ്ക്ക് കൂടുതൽ നീതി നിഷേധത്തിനുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്തു വെക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതെടുത്ത് പൊക്കിപ്പിടിച്ചുകൊണ്ട് വലിയ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നവരോട് ഈ കേവലം എന്താണ് സംഭവം എന്നെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇത്തരം പോസ്റ്റുകൾ ഇട്ടാൽ നന്നായിരുന്നു എന്ന് മാത്രമാണ് പറയാനുള്ളത്. പ്രോസിക്യൂഷൻ തോറ്റു തുന്നമ്പാടി നിൽക്കുന്ന പല തെളിവുകളും, ഈ തെളിവുകളെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയും. എന്നാൽ കോടതിയിൽ ഈ തെളിവുകളൊക്കെ തെളിയിക്കാനോ ഇവർക്ക് പറ്റിയിട്ടില്ല. കോടതിക്ക് മുമ്പിൽ എത്തുമ്പോൾ ഈ തെളിവുകളെല്ലാം കള്ളത്തെളിവുകളാണ് എന്ന് പുഷ്പം പോലെ പ്രോസിക്യൂഷൻ പ്രതിഭാഗം തെളിയിച്ചു കൊടുത്തു. നമ്മളോടൊരു കാര്യം പറയാണ്, ഇതാ ദിലീപും പൾസർ സുനിയും തമ്മിൽ ചേർന്നുകൊണ്ട് ഇവിടെ നിന്ന് ജോയ് പാലസിൽ വെച്ച് ഗൂഢാലോചന നടത്തി. നമ്മൾ വിശ്വസിക്കും. ഇതാ ബ്രേക്കിംഗ് ന്യൂസ്, ദിലീപും പൾസർ സുനിയും ജോയ് പാലസിൽ വെച്ച് കണ്ടു, അവർ തമ്മിൽ ഗൂഢാലോചന നടത്തി. ഇത് പുറത്തു വരുന്ന വിവരം ആളുകൾ ആഹാ ഇവന്മാർ കള്ളന്മാരാണല്ലോ, അങ്ങനെയാണല്ലോ ഇങ്ങനെയാണല്ലോ. എന്നാൽ അത് കോടതിയിലെത്തിയപ്പോൾ സംഭവിച്ചത് ജോയ് പാലസിൽ വെച്ചിട്ട് ഈ പറയുന്ന പൾസർ സുനിയും ദിലീപും തമ്മിൽ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ എഴുതി വെക്കുന്ന രജിസ്ട്രി പോലും ഉണ്ടായിരുന്നില്ല എന്നും അത് പിന്നീട് പോലീസ് സെക്യൂരിറ്റിക്കാരനെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്നും അവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ ഈ സംഭവം ഇല്ല എന്നും ഈ പൾസർ സുനിയും ദിലീപും ഒരേ സമയം അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ജോയ് പാലസിൽ പൾസർ സുനി എത്തിയിട്ടില്ല എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ കൃത്യമായി തെളിഞ്ഞു. ഇങ്ങനെ ഓരോ കാര്യവും ഇതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട്, ഇതിനെയൊക്കെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ട് ഒരു സാങ്കേതികത്വത്തിന്റെ പേരിൽ മാത്രം കൊടുക്കുന്ന ഒരു നിയമോപദേശം പൊക്കിപ്പിടിച്ച് നടക്കുന്നവരോട് നമോവാകം എന്ന് മാത്രമേ പറയാനുള്ളൂ.